മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അഥവാ കാണാൻ പോകുന്നത് ഇലമുളച്ചി എന്ന് പറയുന്ന ഒരു ഔഷധ സസ്യത്തെ പറ്റിയാണ്. നമുക്ക് ഈ സസ്യം വീടുകളിൽ ഉദ്യാന സസ്യമായിട്ട്, ചെടിത്തോട്ടങ്ങളിൽ ഉദ്യാന സസ്യമായിട്ട് നമുക്ക് വളർത്താം. അതുപോലെ തന്നെ ഒരു പച്ചമരുന്നായിട്ട് നമുക്ക് വളർത്താം. യാതൊരു വിധത്തിലുള്ള പണച്ചിലവില്ലാതെ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും. ചെടിച്ചട്ടിയിൽ ഇത് അല്പം മണ്ണ് മാത്രം നിറച്ച് ഇടയ്ക്ക് സമയങ്ങളിൽ അല്പം ജലസേവനം നടത്തിയാൽ കാഴ്ചയ്ക്ക് ഇമ്പമേകുന്ന അതിമനോഹരമായ പച്ചിപ്പ് പ്രദാനം ചെയ്യുന്ന മാംസളമായ ഇലയോട് കൂടിയ ഒരു ചെടിയായി നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കും. നമുക്ക് യാതൊരു ചിലവുമില്ല. എന്നാൽ ഒട്ടനവധി ഔഷധ ഗുണങ്ങളടങ്ങിയ ഒരു ചെടി കൂടിയാണ് ഇത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, മറ്റുള്ള സസ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇലകളിലൂടെയാണ് പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നത്. ഈ ഇലകളുടെ ഓരോ ഭാഗങ്ങളിൽ നിന്നും പുതിയ പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നു. മുൻകാലങ്ങളിലെ കുട്ടികൾ, സ്കൂളിൽ പോകുന്ന കുട്ടികൾ ഇതിൻ്റെ ഇലകൾ പറിച്ച് പുസ്തകത്താളുകളിൽ വെച്ച് അടച്ചു വെക്കുകയും ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ ഇത് കിളിച്ചു എന്ന് നോക്കി സന്തോഷിക്കുകയും കിളിക്കുന്നതന്നെ അത് വെച്ചുപിടിച്ച് പുതിയ സസ്യങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു ശീലമുണ്ടായിരുന്നു. സസ്യങ്ങളോടും പച്ചമരുന്നുകളോടും കൃഷിയോടും ജീവജാലങ്ങളോടും ഒക്കെ ആ സ്നേഹമുണ്ടായിരുന്ന ഒരു തലമുറ. എന്നാൽ ഇന്നത്തെ തലമുറ ഇതിൽ നിന്നൊക്കെ വ്യത്യാസമാവുകയാണ്. സസ്യജാലങ്ങളെ അറിയില്ല, ജീവജാലങ്ങളോട് സ്നേഹമില്ല, അങ്ങനെ പലതിനോടും അടുപ്പമില്ലാത്ത, മറ്റൊന്നിനോടും ബാധ്യതയില്ലാത്ത ഒരു ജീവിതശൈലി നമ്മുടെ ഇടയിൽ രൂപപ്പെട്ടു വരുന്നു എന്നുള്ളത് നാം മറക്കാനാവാത്ത സത്യം തന്നെയാണ്. ഇത് ഏറ്റവും പ്രധാനമായ പച്ചമരുന്നായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾക്ക് ഇന്ന് മനുഷ്യർക്ക് ഏറ്റവും കൂടുതൽ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് കിഡ്നി സ്റ്റോണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നും ചില ഘടകങ്ങൾ പുറത്തേക്ക് പോകേണ്ട അത്യാവശ്യമാണ്. അതായത് ശരീരത്തിന് ആവശ്യമില്ലാത്തതും, അതായത് ആവശ്യം കഴിഞ്ഞുള്ളതുമായ ചില ഘടകങ്ങൾ ശരീരത്തിൽ നിന്നും പുറം തള്ളേണ്ടത് അത്യാവശ്യമാണ്. ഇത് പുറം തള്ളാതെ വന്നാൽ അത് മറ്റ് പല സ്ഥലങ്ങളിലും അത് കെട്ടിക്കിടക്കുകയും അത് നമ്മുടെ ശരീരത്തിന് സഹിക്കാനാവാത്ത രോഗമായി മാറുകയും ചെയ്യുന്നു. അത്തരത്തിൽ ഒന്നാണ് ഈ സ്റ്റോൺ എന്ന് പറയുന്ന അസുഖങ്ങൾ. ശരീരത്തിൻ്റെ വേദന, നമുക്ക് താങ്ങാനൊക്കാത്ത വേദന ശരീരത്തിന് സമ്മാനിക്കുന്ന ഒരു രോഗമാണ് സ്റ്റോണ്. ഈ സ്റ്റോണ് ഓപ്പറേഷനിലൂടെ അതെടുത്ത് കളയുകയാണെങ്കിൽ വൻ തുക തന്നെ ആശുപത്രിയിൽ ചിലവ് വരും. എന്നാൽ ഇത്തരത്തിലൊരു സസ്യം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ, നമ്മുടെ പരിസരത്തുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ നമുക്ക് അറിയാമെങ്കിൽ ഇതിൻ്റെ ഒരു ഇല പറിച്ച് നല്ല ഭംഗിയായിട്ട് കഴുകി അത് ചവച്ച് തിന്നുകയോ അല്ലെങ്കിൽ അരച്ച് കഴിക്കുകയോ ചെയ്താൽ, വെറും വയറ്റിൽ വേണം അങ്ങനെ ചെയ്യാൻ, 5, 6, 7 അല്ലെ 10, 15 ദിവസം കൊണ്ട് കല്ല് പൂർണ്ണമായും നീക്കം ചെയ്യും. 50,000 രൂപ വരെ ചിലവ് വരുന്ന ഒരു ഓപ്പറേഷൻ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത് ആ രോഗം ഇല്ലാതാവുകയും അതുമൂലം മറ്റ് യാതൊരുവിധ പാർശ്വഫലങ്ങളില്ലാതിരിക്കുകയും ചെയ്യുന്നത് മഹത്തായ ഒരു കാര്യമാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മനുഷ്യർക്കുണ്ടാകുന്ന മിക്ക രോഗങ്ങൾക്കും ഫലപ്രദമായി ചികിത്സിക്കാൻ കഴിയുന്ന ആയുർവേദ മരുന്നുകൾ, പച്ചമരുന്നുകൾ നമ്മുടെ പരിസരത്ത് തന്നെ ഉണ്ട് എന്നുള്ളതാണ്. ഇത് നാം മനസ്സിലാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. കാരണം നമ്മൾ ഒരു രോഗവുമായി ആശുപത്രിയിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, നമ്മുടെ സമയനഷ്ടം, നമ്മുടെ സാമ്പത്തിക നഷ്ടം, ഒപ്പം ആശുപത്രിയിൽ വിവിധ രോഗങ്ങളുമായി വരുന്നവരുമായുള്ള സമ്പർക്കത്താൽ മറ്റൊരു രോഗം നമുക്കുണ്ടാകാനുള്ള സാധ്യത കൂടുതൽ, ഒപ്പം നമുക്ക് അവിടെ നിന്നും കിട്ടുന്ന ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്, ഇതെല്ലാം നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും ബാധിക്കുമെന്ന കാര്യം നാം മറക്കരുത്. എന്നാൽ നമുക്കുള്ള സ്ഥലത്തോ അല്ലെങ്കിൽ ലഭ്യമായ മറ്റ് ഡ്രമ്മും ചെടിച്ചട്ടികളും ചാക്കുകളും ഗ്രോവായികളും ഒക്കെ ഉപയോഗിച്ച് ഇത്തരം ഔഷധ സസ്യങ്ങളും അതുപോലെ തന്നെ മറ്റ് കാർഷിക സസ്യങ്ങളും ഒക്കെ നമ്മൾ കൃഷി ചെയ്ത് എല്ലാ ദിവസവും 1 മണിക്കൂറോ അരമണിക്കൂറോ നമ്മൾ ചിലവഴിച്ച് അവ പരിചരിക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ അവയെപ്പറ്റിയുള്ള അറിവുകൾ നമുക്ക് ശേഖരിക്കാനും ഒപ്പം നമുക്ക് ഇവ ഉപയോഗിച്ച് രോഗങ്ങൾ വരാതിരിക്കാനും വന്ന രോഗങ്ങൾ മാറ്റാനും ഒപ്പം നമ്മളുമായി സഹകരണത്തിലിരിക്കുന്ന ഒട്ടനവധി സാധുക്കളായ മനുഷ്യർക്ക് ഇത് പറഞ്ഞു കൊടുത്ത് അവരെയും കൂടി സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിന്ന് മാറ്റിയെടുക്കുവാനും നമുക്ക് കഴിയുന്നത് വളരെ സ്വാഗതാർഹമാണ്. ഇളം തലമുറയ്ക്ക് ഇത് സംബന്ധിച്ച് അറിവില്ലാത്തവർക്ക് നമ്മളിത് പറഞ്ഞു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതിൻ്റെ ഇലയുടെ കൂടുതൽ ഭാഗവും ജലാംശം നിറഞ്ഞതാണ്. മുൻകാലങ്ങളിൽ കുട്ടികൾ സ്ലേറ്റ് തുടയ്ക്കുവാൻ വേണ്ടി ഇതിൻ്റെ ഇല ഉപയോഗിച്ചിരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ തണ്ട്, ഇലയോടുകൂടിയ തണ്ട് കൊണ്ടുവന്ന് നമ്മുടെ വീടിൻ്റെ ഭാഗങ്ങളിൽ വെച്ച് കഴിഞ്ഞാൽ കൊതുകുകൾ വരാനുള്ള സാധ്യതയും കുറവാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇല പറിച്ചെടുത്ത് കല്ലുപ്പ് ചേർത്ത് അരച്ച് അരുമ്പാറ വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ അരുമ്പാറ കൊഴിഞ്ഞു പോകുന്നുണ്ട്. അതുപോലെ ആണിരോഗത്തിന് ഇത് നല്ലൊരു
മരുന്നാണ്. ആണി ഉള്ള ഭാഗങ്ങളിൽ കല്ലുപ്പും ഇതിൻ്റെ ഇലയും കൂടി വെച്ച് അരച്ച് പഞ്ഞിയിൽ ചേർത്ത് വെച്ച് കെട്ടിവെച്ചാൽ ആണി രോഗം മാറിക്കിട്ടുന്നതായി പറഞ്ഞിട്ടുണ്ട്. സന്ധിവേദനവും അതുപോലെ തന്നെ വീക്കത്തിനും ഒക്കെ ഫലപ്രദമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മരുന്നാണ് ഇലമുളച്ചി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഇലമുളച്ചി നമ്മൾ എവിടെ നിന്നെങ്കിലും കണ്ടെടുത്ത് ഒന്ന് നട്ടുപിടിപ്പിക്കേണ്ടത് നമുക്ക് അത്യാവശ്യമാണ്. വലിയ പണച്ചെലവോ പരിചരണങ്ങളോ ഒന്നും തന്നെ ആവശ്യമില്ല. എന്നാൽ കാഴ്ചയിൽ വളരെയധികം നമുക്ക് സന്തോഷം പകരുന്ന ഒരു സസ്യമായിട്ട് ഇത് വളർന്നു വരും. അതിസാരത്തിനും ചെവി വേദനയ്ക്കും ഒക്കെ വളരെ ഫലപ്രദമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പച്ചമരുന്നാണ്. പച്ചമരുന്ന് നമ്മുടെ വീടിൻ്റെ ഭാഗങ്ങളിൽ നട്ടു വളർത്തി പരിചരിക്കാൻ ഏറ്റവും വലിയ ലാഭമെന്ന് പറയുന്നത് ഈ പച്ചമരുന്നുമായിട്ടുള്ള നമ്മുടെ സമ്പർക്കത്തിലൂടെ നമുക്ക് ഇതിൻ്റെ ഔഷധ വീര്യത്തിൻ്റെ ചെറിയൊരംശം നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ അറിയാതെ തന്നെ വരുന്നുണ്ട്. കാരണം ഇവയിൽ നിന്നൊക്കെ പുറത്തേക്ക് വരുന്ന വാതകങ്ങൾ ഔഷധ വീര്യം നിറഞ്ഞാണ്, ഔഷധ ഗുണം നിറഞ്ഞാണ്. നമ്മുടെ പരിസരത്ത്, നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മുടെ വീടിൻ്റെ ഭാഗങ്ങളിൽ ഇവ നട്ടുപിടിപ്പിക്കുകയും ഇടവേളകളിൽ സമയം കിട്ടുമ്പോൾ ഇവയുടെ അടുത്ത് നമ്മൾ ചെല്ലുകയോ ഒക്കെ ചെയ്താൽ നമുക്ക് ഇതിൻ്റെ ഔഷധ വീര്യം നമ്മുടെ ശ്വാസത്തിലൂടെ ഉള്ളിലെത്തുകയും അങ്ങനെ രോഗപ്രതിരോധ ശേഷിയും ഈ പറഞ്ഞ രോഗങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള സാധ്യതയും നമുക്ക് കൂടുന്നു എന്നുള്ളത് തർക്കമറ്റ സംഗതിയാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മുൻകാലങ്ങളിൽ നമ്മുടെ വീടുകളുടെ ചുറ്റുപാടുകളിലും ഔഷധ സസ്യങ്ങളും അതുപോലെ തന്നെ പരമ്പരാഗതമായ പൂച്ചെടികളും ഒക്കെ നട്ടു വളർത്തിയിരുന്നു. കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴും സ്കൂളിൽ നിന്ന് പോകുന്നതിന് മുമ്പും ഇവ പരിചരിച്ചിരുന്നു. അതിന് ഫലമായിട്ട് അന്ന് മാറാവ്യാധികൾ വളരെ കുറവായിരുന്നു. എന്നാൽ ഇന്നോ പുതിയ ഭാവത്തിലും പുതിയ പേരിലും ഒക്കെ പുതിയ അസുഖങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഭീകരമായ ചിലവുകളാണ് ഓരോ രോഗത്തിനും നമുക്ക് വേണ്ടി വരുന്നത്. എന്നാലും പൂർണ്ണമായ സംതൃപ്തിയിൽ എത്തിച്ചേരുവാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതും സത്യമാണ്. ആകയാൽ നമ്മൾ ചെയ്യേണ്ടത് നിസ്സാരങ്ങളായി നമ്മൾ കാണുന്ന ഇത്തരം ഔഷധ സസ്യങ്ങളെ കണ്ടറിയുകയും അവയുടെ വിവര ശേഖരണം നടത്തുകയും നമ്മളാലാവും വിധം അത് പ്രചരിക്കുകയും നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ പ്രകൃതിയോട് കൂറ് പുലർത്തുകയാണ് ചെയ്യുന്നത്. സൃഷ്ടികർത്താവിനോട് നമ്മൾ അടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും, എല്ലാ രോഗങ്ങൾക്കും, എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ട സസ്യലതാദികളും പക്ഷിമൃഗാദികളും ഒക്കെ നമുക്ക് ചുറ്റും ഉണ്ടെന്ന കാര്യം നാം മറക്കരുത്. അവയെ സ്നേഹിക്കുകയും അവയെ പരിചരിക്കുകയും ചെയ്യുന്നതിലൂടെ നമുക്ക് ലഭ്യമാക്കുന്ന നേട്ടങ്ങളും അതുപോലെ അനുഭവങ്ങളും വളരെ നല്ലതാണ്. അതുകൊണ്ട് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതർ ഇത്തരത്തിൽ ഇലമുളച്ചിയുടെ ഒരു എണ്ണമെങ്കിലും പിടിപ്പിക്കാൻ ചെറിയ ഒരു ഗ്രോ ബാഗിലോ ചെറിയ ഒരു പൂച്ചട്ടിയിലോ അതല്ലെങ്കിൽ നമ്മുടെ മുറ്റത്തുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്തോ ഒരു മൂട് കുഴിച്ച് വെച്ച് ആഴ്ചയിൽ മഴയില്ലാത്ത ദിവസങ്ങളിൽ ആഴ്ചയിൽ ഒരു ദിവസം കൊണ്ട് അല്പം വെള്ളം ഒഴിച്ചു കൊടുത്താൽ അത് സമൃദ്ധമായി വളർന്നു വരും. അത് കാണുന്നത് തന്നെ നമുക്ക് സന്തോഷം ജനിപ്പിക്കുന്നതാണ്. അപ്പോൾ അത് നമ്മുടെ മുറ്റത്തുണ്ടെങ്കിൽ ഇത് സംബന്ധിച്ച ആൾക്കാർ ചോദിക്കുകയും അതിൻ്റെ വിവരങ്ങൾ പറഞ്ഞു കൊടുക്കാനും ഒരു ഇരയിലൂടെ പുതിയ തൈകൾ ഉൽപ്പാദിപ്പിച്ച് അങ്ങനെ നമ്മുടെ നാട്ടിൽ നിന്നും അന്യമായിക്കൊണ്ടിരിക്കുന്ന ഈ ഔഷധ സസ്യങ്ങളെ നമ്മുടെ നാട്ടിൽ വീണ്ടും സമൃദ്ധമാക്കുവാനും നമുക്ക് കഴിയും. അതുകൊണ്ട് എല്ലാ ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പ്രേക്ഷകരും ഇത് ഒന്ന് മാതൃകയാക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അപ്പം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത്തരത്തിലുള്ള അറിവുകൾ ശേഖരിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇതിനോടൊപ്പം ഒരു ബെല്ലൈക്കൻ ഉണ്ട്. ആ ബെല്ലൈക്കൻ അമർത്തുകയാണെങ്കിൽ ഞങ്ങളിടുന്ന നോട്ടിഫിക്കേഷൻ അപ്പോഴപ്പോഴും നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. എല്ലാവരുടെയും പൂർണ്ണമായ പിന്തുണയും സഹായ സഹകരണങ്ങളും സാധനം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.